Hi dears, welcome to Wings Academy CBSE ഓൺലൈൻ ക്ലാസ്സസ്. ഇന്ന് കെമിസ്ട്രിയുടെ 9th CBSEയുടെ കെമിസ്ട്രിയുടെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ചാപ്റ്റർ ലെങ്തി ആയിട്ടുള്ള വീഡിയോസ് അല്ല കെമിസ്ട്രിയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്, പകരം ഓരോ ടോപ്പിക്സിന്റെയും ഷോർട്ട് വീഡിയോസ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഓരോ ടോപ്പിക്കും പഠിക്കാനായിട്ട് സാധിക്കും. മാത്രമല്ല, ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിന്റെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വീഡിയോ ഓപ്പൺ ചെയ്ത് ആ ക്ലാസ് കേട്ടാൽ നിങ്ങളുടെ എല്ലാ ഡൗട്ട്സും ക്ലിയർ ആവുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഓൾറെഡി നിങ്ങൾക്കറിയാം 9th CBSEയിലെ എല്ലാ ടെക്സ്റ്റ് ബുക്കുകളും ഈ വർഷം മാറി. അപ്പൊ CBSEയിലെ കെമിസ്ട്രിയെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ ഡീപ്പായിട്ട് ടോപ്പിക്സ് ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ആകെ 3 ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് ഈ വർഷം ഉടനീളം കെമിസ്ട്രിയിൽ പഠിക്കാനായിട്ടുള്ളത്. പക്ഷെ 3 ചാപ്റ്റർ ആണെങ്കിലും ഓരോ ചാപ്റ്ററും വളരെ ഡീപ്പായിട്ടുള്ള ടോപ്പിക്സ് ആണ് ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചിരിക്കുന്നത്. നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, നമ്മൾ അതൊക്കെ സെറ്റ് ആക്കി തരുന്നതായിരിക്കും. ഓരോ ടോപ്പിക്കും നിങ്ങൾക്ക് വളരെയധികം മനസ്സിലാവുന്ന രീതിയിലുള്ള ഷോർട്ട് വീഡിയോസ് ആയിട്ട് നമ്മൾ സെറ്റ് ആക്കി തരും കേട്ടോ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഞങ്ങളുടെ ഒപ്പം സഞ്ചരിച്ചാൽ മാത്രം മതി. പറന്നുയരാൻ നിങ്ങൾ റെഡിയാണെങ്കിൽ ചിറകുകൾ നൽകാൻ ഞങ്ങൾ റെഡിയാണ്. ഓക്കെ, ആർ യു റെഡി? വി ആർ ഓൾവേസ് റെഡി. ലെറ്റ് us start the class. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് നമ്മുടെ കെമിസ്ട്രിയിൽ എന്താണ്? എക്സ്പ്ലോറിംഗ് മിക്സ്ചേഴ്സ് ആൻഡ് their സെപ്പറേഷൻ. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്താലോ? ഓക്കെ, ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ക്ലാസ് റൂമിൽ നിന്ന് തുടങ്ങാം. ഓക്കെ, വാട്ട് ആർ ദ സബ്സ്റ്റൻസസ് ഇൻ അവർ ക്ലാസ് റൂം? നമ്മുടെ ക്ലാസ് റൂമിലെ എന്തൊക്കെ വസ്തുക്കളുണ്ട്? ഒന്ന് വേഗം ഓർത്തു നോക്കിയേ, എന്തൊക്കെ വസ്തുക്കളാണ് നമ്മുടെ ക്ലാസ് റൂമിനകത്തുള്ളത്? ബെഞ്ച്, ഡെസ്ക്, ടേബിൾ, ചെയർ, പെൻ, പെൻസിൽ, ബാഗ്, a lot of substances അല്ലെ? ഒരുപാട് വസ്തുക്കൾ നമ്മുടെ ക്ലാസ് റൂമിലുണ്ട്. അതുകൂടാതെ ടീച്ചർ ഉണ്ട്, സ്റ്റുഡൻസ് ഉണ്ട് അല്ലെ? ഓക്കെ, അപ്പൊ ഈ സബ്സ്റ്റൻസസിനെ ഒക്കെ തന്നെ കെമിസ്ട്രിയിൽ നമുക്കൊരു ടേം ഇട്ട് പറയാം. എന്താണെന്നറിയോ ആ ടേം? അറിയാമോ? ആർക്കെങ്കിലും അറിയാമോ? മാറ്റർ. എന്താണ്? മാറ്റർ. അപ്പൊ എന്താണ് നമ്മൾ ഒരു സബ്സ്റ്റൻസിനെ മാറ്റർ ആയിട്ട് കൺസിഡർ ചെയ്യണമെങ്കിൽ 2 കാര്യങ്ങൾ വേണം. എന്ത് വേണം? 2 കാര്യങ്ങൾ വേണം. ഒന്ന് എന്ന് പറയുന്നത് ഇറ്റ് ഹാസ് മാസ്. അതിന് എന്ത് വേണം? മാസ് വേണം. മാസ് എന്ന് പറയുന്നത് വെയിറ്റ്. ആ വസ്തുവിന് എന്ത് വേണം? വെയിറ്റ് വേണം. സെക്കൻഡ് വൺ, ഇറ്റ് ഓക്യുപ്പൈസ് എ സ്പേസ്. അതായത് അതിന് സ്ഥിതി ചെയ്യാനായിട്ട് ഒരു സ്ഥലം ആവശ്യമാണ്. അതിനെയാണ് നമ്മൾ വോളിയം എന്ന് പറയുന്നത്. എന്ത് പറയും? വോളിയം എന്ന് പറയും. അപ്പൊ ഒരു സബ്സ്റ്റൻസ് മാറ്റർ ആണെങ്കിൽ അതിന് 2 കാര്യങ്ങൾ ഉണ്ടായിരിക്കും. ഒന്ന് മാസ് ഉണ്ടായിരിക്കും, 2 അതിന് എന്തുണ്ടായിരിക്കും? വോളിയം ഉണ്ടായിരിക്കും. ഓക്കെ, ക്ലിയർ ആയോ? ഇപ്പൊ നോക്കൂ, ഇവിടെ ഒരു ചെയറിന്റെ പിക്ചർ നമ്മൾ കൊടുത്തിട്ടുണ്ട് അല്ലെ? നോക്കൂ, ഒരു ചെയറിന്റെ പിക്ചർ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നോക്കിയേ, ഈ ചെയറിന് മാസ് ഉണ്ടോ? മാസ് ഉണ്ടോ ഈ ചെയറിന്? ഉണ്ട് അല്ലെ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ചെയറിന് എന്തുണ്ട്? മാസ് ഉണ്ട്. ഇനി ഈ ചെയറിന് ഇരിക്കാനായിട്ട് ഒരു സ്പേസ് ആവശ്യമല്ലേ? അല്ലെ? അപ്പൊ അതിന് വോളിയം ഉണ്ട്. അപ്പൊ ചെയർ എന്ന് പറയുന്നത് എന്താണ്? ഒരു മാറ്റർ ആണ്. ഓക്കെ, ഇനി നോക്കൂ, ഇവിടെ നമ്മളൊരു ടേബിള് കൊടുത്തിട്ടുണ്ട് അല്ലെ? ടേബിളിന്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഇത് നോക്കിയാലും നിങ്ങൾക്കറിയാം ടേബിളിന് എന്തുണ്ട്? മാസ് ഉണ്ട്. അതുപോലെ തന്നെ ടേബിൾ ഇരിക്കണമെങ്കിൽ ഒരു സ്പേസ് ആവശ്യമില്ലേ? അപ്പൊ അതിന് വോളിയം ഉണ്ട്. അപ്പൊ ഈ ടേബിൾ എന്ന് പറയുന്നതും എന്താണ്? ഒരു മാറ്റർ ആണ്. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ മിസ് ചോദിക്കട്ടെ, മിസ് ഒരു മാറ്റർ ആണോ? മിസ് ഒരു മാറ്റർ ആണോ? ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ഞാനൊരു മാറ്റർ ആണോ? ഓഫ് കോഴ്സ് ഞാൻ എന്താണ്? ഒരു മാറ്റർ ആണ്. കാരണം എന്താ? എനിക്കൊരു മാസ് ഉണ്ട്. പിന്നെ എനിക്ക് നിൽക്കണമെങ്കിൽ, ഇരിക്കണമെങ്കിൽ, കിടക്കണമെങ്കിൽ എന്താവശ്യമാണ്? ഒരു സ്പേസ് ആവശ്യമാണ്. അതുകൊണ്ട് എനിക്ക് വോളിയം ഉണ്ട്. അതിനാൽ ഞാൻ എന്താണ്? ഒരു മാറ്റർ ആണ്. നിങ്ങളും എന്താണ്? മാറ്റർ ആണ്. ഓക്കെ, മാറ്റർ എന്ന കൺസെപ്റ്റ് ക്ലിയർ ആയോ നിങ്ങൾക്ക്? എങ്കിൽ നമുക്ക് മാറ്ററിനെ ഒന്ന് ഡിഫൈൻ ചെയ്താലോ? ഓക്കെ, മാറ്റർ. Matter is any physical substance that has mass and takes up space by having
വോളിയം. ഓക്കെ, മാസ് എന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ സബ്സ്റ്റൻസ് ആണ്. അതിന് എന്തൊക്കെയാണ് വേണ്ടത്? എന്തൊക്കെയാണ് വേണ്ടത്? മാസ് വേണം, അതുപോലെ തന്നെ എന്ത് വേണം? ഒരു വോളിയം വേണം. ഇത് രണ്ടും ഉള്ളതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? മാറ്റർ എന്ന് പറയാ. ക്ലിയർ? അപ്പൊ നോക്കിയേ, ഓൺ ദ ബേസിസ് ഓഫ് കെമിക്കൽ കോമ്പോസിഷൻ മാറ്റർ ഈസ് ക്ലാസിഫൈഡ് ഇൻടു ടു മെയിൻ ടൈപ്സ്. ഇനി ഈ മാറ്ററിനെ നമ്മൾ കോമ്പോസിഷനെ ബേസ് ചെയ്തുകൊണ്ട് ഏതൊരു ക്ലാസിഫിക്കേഷനും എന്തിനെങ്കിലും ബേസ് ചെയ്തായിരിക്കും നമ്മൾ ചെയ്യുക, അല്ലെ? അപ്പൊ മാറ്ററിനെ കോമ്പോസിഷനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ രണ്ട് ടൈപ്പ് ആക്കി മാറ്റുന്നുണ്ട്, രണ്ടായിട്ട് തരംതിരിക്കുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കിയാലോ? ഓക്കെ, ഫസ്റ്റ് വൺ പ്യുവർ സബ്സ്റ്റൻസസ്. എന്താണ്? പ്യുവർ സബ്സ്റ്റൻസസ്. ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് മിക്സ്ചേഴ്സ്. അപ്പോ നമ്മൾ ഈ മാറ്ററിനെ കോമ്പോസിഷനെ ബേസ് ചെയ്ത് രണ്ടായിട്ട് തരംതിരിച്ചു. ഏതൊക്കെയാണ്? പ്യുവർ സബ്സ്റ്റൻസസ് ആൻഡ് മിക്സ്ചേഴ്സ്. ഇനി പ്യുവർ സബ്സ്റ്റൻസ് എന്താണെന്ന് നോക്കാം. വാട്ട് ഈസ് പ്യുവർ സബ്സ്റ്റൻസ്? എന്താണ് പ്യുവർ സബ്സ്റ്റൻസ്? നമുക്കൊരു കാര്യം ചെയ്യാം. ഞാനൊരു ബൗളില് കുറച്ച് ഷുഗർ എടുത്തേക്കാണ് കേട്ടോ. എന്തെടുത്തിരിക്കുകയാണ്? ഷുഗർ, പഞ്ചസാര, അതെടുത്തിരിക്കുകയാണ്. അപ്പൊ ഈ ബൗളിലെ പഞ്ചസാര നോക്കിയാല് എത്ര ടൈപ്പ് പാർട്ടിക്കിൾസ് അതിൽ ഉണ്ടായിരിക്കും? എന്ത് പാർട്ടിക്കിൾസ് അതിൽ അടങ്ങിയിട്ടുള്ളത്? ഷുഗറിന്റെ പാർട്ടിക്കിൾസ് മാത്രമേ ഉള്ളൂ അല്ലേ? വേറെ ഏതെങ്കിലും പാർട്ടിക്കിൾസ് അതിലുണ്ടാ? ഇല്ലല്ലോ. ഓൺലി വൺ ടൈപ്പ് ഓഫ് പാർട്ടിക്കിൾ മാത്രമേ അതിലുള്ളൂ. ഈ ഓൺലി വൺ ടൈപ്പ് ഓഫ് പാർട്ടിക്കിൾസ് മാത്രമുള്ളവയെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? പ്യുവർ സബ്സ്റ്റൻസ് എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആയോ? അങ്ങനെയാണെങ്കിൽ ഷുഗർ എന്താണ്? ഒരു പ്യുവർ സബ്സ്റ്റൻസ് ആണ്. അതേപോലെ ഇപ്പൊ സോൾട്ട്, ഷുഗർ ഒരു പ്യുവർ സബ്സ്റ്റൻസ് ആണ്. അതേപോലെ സോൾട്ട്, ഓക്കെ, സോൾട്ട് എന്ന് പറയുന്നതും എന്താണ്? ഒരു പ്യുവർ സബ്സ്റ്റൻസ് ആണ്. കാരണം എന്താ? സോൾട്ടിന്റെ പാർട്ടിക്കിൾ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ, വേറൊരു പാർട്ടിക്കിളും സോൾട്ടിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. ഇനി നോക്കിയേ, വാട്ടർ എടുക്കുകയാണെങ്കിൽ വാട്ടറിൽ വാട്ടറിന്റെ പാർട്ടിക്കിൾസ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ, മറ്റൊരു പാർട്ടിക്കിൾസ് നമുക്ക് കാണാൻ പറ്റില്ല. അപ്പൊ സിംഗിൾ ടൈപ്പ് ഓഫ് പാർട്ടിക്കിൾ ആണ് പ്രസന്റ് ആയിട്ടുള്ളത്. അതുകൊണ്ട് വാട്ടറും ഒരു പ്യുവർ സബ്സ്റ്റൻസ് ആണ്. ചുരുക്കി പറയുകയാണെങ്കിൽ ഓൾ എലമെന്റ്സ് ആൻഡ് കോമ്പൗണ്ട്സ് ആർ പ്യുവർ സബ്സ്റ്റൻസസ്. എല്ലാ എലമെന്റ്സും എല്ലാ കോമ്പൗണ്ട്സും എന്താണ്? പ്യുവർ സബ്സ്റ്റൻസ് ആണ്. എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം അല്ലെ? പീരിയോഡിക് ടേബിളിൽ ഒരുപാട് എലമെന്റ്സ് ഉണ്ട്. ഹൈഡ്രജൻ, ഹീലിയം, ലിഥിയം, ബെർലിയം, ബോറോൺ എന്ന് തുടങ്ങി a lot of elements. അവയെല്ലാം എന്താണ്? പ്യുവർ സബ്സ്റ്റൻസ് ആണ്. ഇപ്പോ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇപ്പോ ഓക്സിജൻ മാത്രം നമ്മൾ എടുക്കുകയാണെന്ന് വിചാരിക്കുക. ഈ ഓക്സിജന്റെ പാർട്ടിക്കിൾസ് മാത്രമല്ലേ ഉള്ളൂ, വേറെ ഏതെങ്കിലും പാർട്ടിക്കിൾസ് ഉണ്ടോ? അതായത് സിംഗിൾ ടൈപ്പ് ഓഫ് പാർട്ടിക്കിൾ മാത്രമാണ് അതിൽ പ്രസന്റ് ആയിട്ടുള്ളത്. അതുകൊണ്ട് ഓക്സിജൻ എന്താണ്? പ്യുവർ സബ്സ്റ്റൻസ് ആണ്. ഇനി ഹൈഡ്രജൻ എടുക്കാം. ഇനി ഹൈഡ്രജൻ എടുക്കുകയാണെങ്കിലോ, ഹൈഡ്രജൻ ഒരു എലമെന്റ് ആണ്. ഹൈഡ്രജന്റെ പാർട്ടിക്കിൾസ് മാത്രമാണ് പ്രസന്റ് ആയിട്ടുള്ളത്. ഇത് സിംഗിൾ ടൈപ്പ് ഓഫ് പാർട്ടിക്കിൾ ആണ്. അതുകൊണ്ട് തന്നെ ഹൈഡ്രജൻ എന്താണ്? ഒരു പ്യുവർ സബ്സ്റ്റൻസ് ആണ്. അപ്പൊ എലമെന്റ്സ് എല്ലാം പ്യുവർ സബ്സ്റ്റൻസ് ആണ്. കോമ്പൗണ്ട്സും എന്താണ്? പ്യുവർ സബ്സ്റ്റൻസ് ആണ്. കോമ്പൗണ്ട്സ് എന്താണ് എന്റെ മക്കൾക്ക് അറിയോ? കോമ്പൗണ്ട്സ് എന്താടാ? കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞാൽ എന്താ? രണ്ടോ അതിലധികമോ എലമെന്റ്സ് കമ്പൈൻ ചെയ്തുണ്ടാകുന്നതാണ് എന്ത്? കോമ്പൗണ്ട്സ്. ഫോർ എക്സാമ്പിൾ വാട്ടർ, H2O, ഹൈഡ്രജൻ, ഓക്സിജൻ, ഈ രണ്ട് എലമെന്റ്സ് കമ്പൈൻ ചെയ്താണ് എന്തുണ്ടായത്? വാട്ടർ ഉണ്ടായത്. ഓക്കെ, ഈ കോമ്പൗണ്ട്സുകളൊക്കെ തന്നെ എന്താണ്? പ്യുവർ സബ്സ്റ്റൻസ് ആണ്. ഇനി ഈ പ്യുവർ സബ്സ്റ്റൻസസിന്റെ ഒരു പ്രത്യേകത, ഇതിന്റെ പാർട്ടിക്കിൾസ് ആകെ സിംഗിൾ ടൈപ്പ് പാർട്ടിക്കിളേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിനെ ഫിസിക്കൽ മെത്തേഡ്സ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? സെപ്പറേറ്റ് ചെയ്യാൻ സാധിക്കില്ല. പിന്നെ ഈ ഓരോ പ്യുവർ സബ്സ്റ്റൻസിനും അതിൻ്റെതായ പ്രോപ്പർട്ടീസ് ഉണ്ടായിരിക്കും. ഇപ്പൊ നേരത്തെ ഞാൻ ബൗളിൽ എടുത്ത ഷുഗർ, ആ ഷുഗറിൻ്റെതായ ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ടായിരിക്കും. ക്ലിയർ? പ്യുവർ സബ്സ്റ്റൻസ് എന്താണെന്ന് മനസ്സിലായോ? എങ്കിൽ നമുക്ക് പ്യുവർ സബ്സ്റ്റൻസ് ഒന്ന് ഡിഫൈൻ ചെയ്യാം. പ്യുവർ സബ്സ്റ്റൻസ് എന്താണ്? പ്യുവർ സബ്സ്റ്റൻസ് കൺസിസ്റ്റ് ഓഫ് എ സിംഗിൾ ടൈപ്പ് ഓഫ് പാർട്ടിക്കിൾസ്. നോട്ട് ഇറ്റ്, സിംഗിൾ ടൈപ്പ് ഓഫ് പാർട്ടിക്കിൾസ്. അതാണ് അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ,
ഒരേ ഒരു ടൈപ്പ് പാർട്ടിക്കിൾസ് മാത്രമുള്ളവയാണ് പ്യുവർ സബ്സ്റ്റൻസ്. ഇനി അതിന്റെ ഫീച്ചേഴ്സ് നോക്കാം. ഫസ്റ്റ് വൺ, ഇറ്റ് cannot be separated into other substance by physical methods. It cannot be separated. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? സെപ്പറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. നെക്സ്റ്റ് ഫീച്ചർ നോക്കൂ. പ്യുവർ സബ്സ്റ്റൻസ് ഹാസ് ഇറ്റ്സ് ഓൺ ഡെഫിനിറ്റ് പ്രോപ്പർട്ടീസ്. കൃത്യമായിട്ട് ഓരോ പ്യുവർ സബ്സ്റ്റൻസിനും അതിൻ്റെതായ എന്തുണ്ടായിരിക്കും? പ്രോപ്പർട്ടീസ് ഉണ്ടായിരിക്കും. എക്സാമ്പിൾസ് നേരത്തെ ഒരുപാട് നമ്മൾ പറഞ്ഞ എക്സാമ്പിൾസ് തന്നെ. വാട്ടർ, ഷുഗർ, സോൾട്ട്, എലമെന്റ്സ്, അതായത് ഓക്സിജൻ, ഹൈഡ്രജൻ, നൈട്രജൻ, അതേപോലെ കോമ്പൗണ്ട്സുകള് ഒക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? പ്യുവർ സബ്സ്റ്റൻസിന് എക്സാമ്പിൾ ആണ്. ഇപ്പൊ ക്ലിയർ ആയോ? പ്യുവർ സബ്സ്റ്റൻസ് എന്ന കൺസെപ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആയോ? എന്നാ ഇനി നെക്സ്റ്റ് ക്ലാസിഫിക്കേഷനിലേക്ക് പോവാം. എന്താണ്? മിക്സ്ചർ. കോമ്പോസിഷനെ ബേസ് ചെയ്ത് മാറ്ററിനെ രണ്ടായിട്ട് നമ്മൾ തിരിച്ചു അല്ലെ? അതിൽ പ്യുവർ സബ്സ്റ്റൻസ് ഓൾറെഡി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. ഇനി നെക്സ്റ്റ് വൺ ആണ് ഇത് മിക്സ്ചർ. മിക്സ്ചർ എന്ന് പറയുന്നത് പ്യുവർ സബ്സ്റ്റൻസ് എന്താണോ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് മിക്സ്ചർ. അതായത് ഇപ്പൊ ഞാൻ നേരത്തെ ബൗളിൽ ഷുഗർ ആണ് എടുത്തത്. ഇപ്പൊ ഞാൻ ബൗളിൽ എടുക്കാൻ പോകുന്നത് മിക്സറാണ്. മിക്സർ, നമ്മൾ കഴിക്കുന്ന മിക്സർ ഇല്ലേ? ആ മിക്സർ ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതില് ഒരേ ടൈപ്പ് പാർട്ടിക്കിൾസ് മാത്രാണോ പ്രസന്റ് ആയിട്ടുള്ളത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരേ ടൈപ്പ് ആണോ? അല്ല അല്ലെ. നമുക്ക് സ്റ്റിക്ക് പോലത്തെ സാധനമുണ്ട്, കപ്പലണ്ടി ഉണ്ട്, പിന്നെ അതുപോലെ പരിപ്പ് പോലത്തെ, പിന്നെ ഗ്രീൻ കളറില് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് പാർട്ടിക്കിൾസ് നമുക്ക് എന്തിൽ കാണാൻ പറ്റൂടാ? ഈ മിക്സറിൽ കാണാൻ പറ്റും. മിക്സർ ഈസ് എ മിക്സ്ചർ. ആക്ച്വലി മിക്സ്ചർ എന്നാണ് അതിന്റെ പേര്. നമ്മൾ ലോക്കലി പറഞ്ഞാണ് എന്തായത്? മിക്സ്ചർ ആയത്. അപ്പൊ മിക്സ്ചർ എന്ന വേർഡ് കേൾക്കുമ്പോ തന്നെ നമ്മൾ മിക്സ്ചർ ഓർത്താൽ മതി. അതായത് മോർ ദാൻ വൺ ടൈപ്പ് ഓഫ് പാർട്ടിക്കിൾസ് അതിൽ എന്തായിരിക്കും? പ്രസന്റ് ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇപ്പോ ഷുഗർ സൊല്യൂഷൻ നോക്കാം. ഓക്കെ, ഹൗ ടു മേക്ക് എ ഷുഗർ സൊല്യൂഷൻ? എങ്ങനെയാണ് നമുക്കൊരു ഷുഗർ സൊല്യൂഷൻ ഉണ്ടാക്കാനായിട്ട് സാധിക്കുക? ടേക്ക് സം വാട്ടർ, add some sugar into it and stir well. Sugar solution is ready. അല്ലെ? വളരെ എളുപ്പമാണ് അല്ലെ? കുറച്ച് വെള്ളം എടുക്കുക, അതിൽ പഞ്ചസാര ഇടുക, നന്നായിട്ട് അങ്ങ് ലയിപ്പിക്കുക. എന്ത് റെഡിയായി? പഞ്ചസാര വെള്ളം, ഷുഗർ സൊല്യൂഷൻ റെഡിയായി. അപ്പോ ഇതിൽ എന്തൊക്കെ പാർട്ടിക്കിൾസ് ഉണ്ട്? ഞാൻ വാട്ടർ എടുത്തു, അപ്പൊ വാട്ടറിന്റെ പാർട്ടിക്കിൾസ് ഇല്ലേ? ഇനി അതിലേക്ക് ഞാൻ ഷുഗർ ആഡ് ചെയ്തില്ലേ? അപ്പൊ ഷുഗറിന്റെ പാർട്ടിക്കിൾസ് ഇല്ലേ? അപ്പൊ മോർ ദാൻ വൺ ടൈപ്പ് ഓഫ് പാർട്ടിക്കിൾസ് അതിൽ പ്രസന്റ് അല്ലേടാ? അപ്പൊ ഷുഗർ സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു മിക്സ്ചർ ആണ്. ക്ലിയർ ആയോ? മിക്സ്ചർ എന്ന കൺസെപ്റ്റ് മക്കൾക്ക് ക്ലിയർ ആയോ? അതേപോലെ തന്നെ ബ്ലഡ് എന്ന് പറയുന്നത് എന്താണ്? മിക്സ്ചർ ആണ്. ബ്ലഡിൽ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ട്. നിങ്ങൾ ബയോളജിയിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലെ? RBC ഉണ്ട്, റെഡ് ബ്ലഡ് സെൽസ്, വൈറ്റ് ബ്ലഡ് സെൽസ്, പ്ലേറ്റ്ലെറ്റ്സ്, വാട്ടർ ഒക്കെ ഇതിൽ പ്രസന്റ് ആണ്, ബ്ലഡിൽ പ്രസന്റ് ആണ്. അപ്പൊ ബ്ലഡ് എന്ന് പറയുന്നത് ഒരു മിക്സ്ചർ ആണ്. ക്ലിയർ? പിന്നെ അതുപോലെ തന്നെ നമുക്ക് നോക്കാം നമ്മുടെ ഓയിൽ ആൻഡ് വാട്ടർ. അതും എന്താണ്? ഒരു മിക്സ്ചർ ആണ്. ഓക്കെ, അതിൽ ഓയിലിന്റെ പാർട്ടിക്കിൾസും ഉണ്ടായിരിക്കും, വാട്ടറിന്റെ പാർട്ടിക്കിൾസും ഉണ്ടായിരിക്കും. അപ്പൊ ഇതൊക്കെ എന്തിന് എക്സാമ്പിൾസ് ആണ്? മിക്സ്ചറിന് എക്സാമ്പിൾസ് ആണ്. ഇനിയും ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് മിക്സ്ചറിനെ ഒന്ന് ഡിഫൈൻ ചെയ്താലോ? എ മിക്സ്ചർ ഈസ് ഫോംഡ് when two or more substances are combined physically. അതായത് ഒരു മിക്സ്ചർ എന്ന് പറയുന്നത് രണ്ടോ അതിലധികമോ സബ്സ്റ്റൻസ് കൂടി ചേർന്നിട്ടാണ് ഉണ്ടാകുന്നത്. ആൻഡ് each substance retain its own properties. അതായത് ഇതിൽ ചേർക്കുന്ന ഓരോ സബ്സ്റ്റൻസും അതിന് അതിൻ്റെതായ എന്തുണ്ടായിരിക്കും? പ്രോപ്പർട്ടീസ് ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി മിക്സ്ചേഴ്സ് ആർ വെരി കോമൺ ഇൻ ഡെയിലി ലൈഫ്. നമ്മുടെ ഡെയിലി ലൈഫിൽ എന്തുണ്ട്? ഒരുപാട് മിക്സ്ചേഴ്സ് ഉണ്ട്. നമ്മളിപ്പോ ഒരുപാട് പറഞ്ഞു. അതുകൂടാതെ എയർ എന്ന് പറയുന്നത് ഒരു മിക്സ്ചർ ആണ്. അതിൽ ഒരുപാട് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് എന്തുണ്ട്? എലമെന്റ്സ് ഉണ്ട് അല്ലെ? അതുപോലെ മിൽക്ക് എന്ന് പറയുന്നത് എന്താണ്? ഒരു മിക്സ്ചർ ആണ്. അതുപോലെ മഡി വാട്ടർ, സോൾട്ട് സൊല്യൂഷൻ, ഷുഗർ സൊല്യൂഷൻ, ഫോഗ്, സ്മോക്ക്, സീ വാട്ടർ, ഇതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? മിക്സ്ചറിന് എക്സാമ്പിൾ ആണ്. അതായത് ഇതിലൊക്കെ
മോർ ദാൻ വൺ ടൈപ്പ് ഓഫ് പാർട്ടിക്കിൾസ് എന്താണ്? പ്രസന്റ് ആണ്. ക്ലിയർ ആയോ നിങ്ങൾക്ക്? മിക്സ്ചർ എന്ന കൺസെപ്റ്റ് ക്ലിയർ ആയോ? ഓക്കെ, ഇനി നമുക്ക് ഈ മിക്സ്ചറിനെ തന്നെ എന്ത് ചെയ്യാം? ക്ലാസിഫൈ ചെയ്യാം. മിക്സ്ചറിനെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ക്ലാസിഫൈ ചെയ്യാം. അപ്പൊ മിക്സ്ചേഴ്സ് ആർ ക്ലാസിഫൈഡ് ഇൻടു 2. ഏതൊക്കെയാണ് നോക്കാം നമുക്ക്. ടൈപ്പ് ഓഫ് മിക്സ്ചേഴ്സ്. അപ്പൊ ബേസ്ഡ് ഓൺ കോമ്പോസിഷൻ മിക്സ്ചേഴ്സ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻടു 2. കോമ്പോസിഷനെ ബേസ് ചെയ്ത് തന്നെയാണ് മിക്സ്ചേഴ്സിനെ നമ്മൾ എന്ത് ചെയ്യുന്നത്? ക്ലാസിഫൈ ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ ഈസ് homogeneous mixture and the second one is heterogeneous mixture. First one എന്താണ്? homogeneous mixture. Second one heterogeneous mixture. പേരുകൾ ഓർത്ത് വെക്കുക കേട്ടോ. മിക്സറിന്റെ 2 ടൈപ്പ് ഉണ്ട്. പ്രാധാന്യമുള്ള ടോപ്പിക് ആണ്. ഓക്കെ, ആക്ച്വലി മിക്സ്ചേഴ്സ് തൊട്ടാണ് നിങ്ങൾക്ക് ചാപ്റ്ററിൽ നന്നായിട്ട് പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ, അപ്പൊ മിക്സ്ചർ 2 ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാ? homogeneous mixture and heterogeneous mixture. ഓക്കെ, ഇനി ഇത് ഓരോന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ homogeneous mixture. homogeneous mixture എന്താണ്? ഓക്കെ, ഞാൻ പഞ്ചസാര നേരത്തെ ഷുഗർ സൊല്യൂഷൻ ഉണ്ടാക്കിയല്ലോ, ആ ഷുഗർ സൊല്യൂഷൻ എന്റെ കയ്യിലുണ്ട്. ഈ ഷുഗർ സൊല്യൂഷനിൽ നിന്ന് ഞാൻ 1 ടീസ്പൂൺ ഷുഗർ സൊല്യൂഷൻ മുകൾ ഭാഗത്ത് നിന്ന് കോരി കുടിക്കുകയാണ്. ഓക്കെ, മുകൾ ഭാഗത്ത് നിന്ന് കോരി 1 ടീസ്പൂൺ ഷുഗർ സൊല്യൂഷൻ കുടിക്കുകയാണ്. ഇറ്റ്സ് സോ സ്വീറ്റ് അല്ലെ? നല്ല മധുരമായിരിക്കും അല്ലെ? ഇനി ഇതേ ഗ്ലാസ്സിൽ നിന്ന് ഷുഗർ സൊല്യൂഷൻ ഞാൻ ഏറ്റവും ബോട്ടം അടിഭാഗത്തു നിന്നോ സൈഡ് ഭാഗത്തു നിന്നോ കോരി കുടിക്കുകയാണെന്ന് വിചാരിക്കുക. സെയിം ടേസ്റ്റ് അല്ലേ എനിക്ക് ഫീൽ ചെയ്യാ? വേറെ ടേസ്റ്റ് എനിക്ക് ഫീൽ ചെയ്യോ? സെയിം ടേസ്റ്റ് തന്നെയായിരിക്കും ആ ഗ്ലാസ്സിൽ നിന്ന് എവിടെ നിന്ന് ഞാൻ ഷുഗർ സൊല്യൂഷൻ എടുത്ത് കുടിച്ചാലും എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതിനർത്ഥം അതിലെ പാർട്ടിക്കിൾസ് ഈവൻലി ഡിസ്ട്രിബ്യൂട്ടഡ് ഓർ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ്. നോട്ട് ഇറ്റ്. ഇത് നന്നായി നിങ്ങൾ നോട്ട് ചെയ്യണം. ഈവൻലി ഡിസ്ട്രിബ്യൂട്ടഡ് ഓർ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ്. ഇതിലെ പാർട്ടിക്കിൾസ് എല്ലാം ഒരുപോലെ എന്തായിട്ടുണ്ട്? ഡിസ്ട്രിബ്യൂട്ട് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഷുഗർ സൊല്യൂഷൻ എടുത്തിട്ട് എവിടെ നിന്ന് നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയാലും അതിന് സെയിം ടേസ്റ്റ് നമുക്ക് എന്ത് ചെയ്യുന്നത്? ഫീൽ ചെയ്യുന്നത്. അപ്പൊ ഈ ഷുഗർ സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താടാ? ഒരു ഹോമോജീനിയസ് മിക്സ്ചർ ആണ്. അപ്പൊ വേറൊരു എക്സാമ്പിൾ ഓർത്ത് നോക്കിയേ ഹോമോജീനിയസ് മിക്സ്ചറിന്. സോൾട്ട് സൊല്യൂഷൻ. സോൾട്ട് സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഹോമോജീനിയസ് മിക്സ്ചർ ആണ്. ഇതേപോലെ നമ്മൾ സോൾട്ട് സൊല്യൂഷൻ ഉണ്ടാക്കിയിട്ട് ഏത് ഭാഗത്തുനിന്ന് ടേസ്റ്റ് ചെയ്താലും നമുക്ക് എന്ത് ചെയ്യാ? ആ ഒരു ഉപ്പുരസം തന്നെ ഫീൽ ചെയ്യൂ അല്ലെ? അപ്പൊ അതും എന്താണ്? ഒരു ഹോമോജീനിയസ് മിക്സ്ചർ ആണ്. അപ്പൊ ഇവിടെ ഷുഗർ സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഹോമോജീനിയസ് മിക്സ്ചർ ആണ്. പിന്നെ നോക്കൂ, ടീ, നമ്മൾ കുടിക്കുന്ന ചായ, ടീ എന്ന് പറയുന്നത് എന്താ? ഒരു ഹോമോജീനിയസ് മിക്സ്ചർ ആണ്. കാരണം എന്താ? ആ ചായ എവിടെ നിന്ന് കുടിച്ചാലും നമുക്ക് എന്ത് തന്നെയാണ്? സെയിം ഫീൽ ആണ്. കാരണം പാർട്ടിക്കിൾസ് ആർ ഈവൻലി ഡിസ്ട്രിബ്യൂട്ടഡ്, യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ്. ക്ലിയർ ആയോ ഹോമോജീനിയസ് മിക്സ്ചർ എന്ന കൺസെപ്റ്റ്? നിങ്ങൾക്ക് ക്ലിയർ ആയോ? എന്നാൽ നമുക്ക് അതിനെ ഒന്ന് ഡിഫൈൻ ചെയ്യാം. A mixture with a uniform composition throughout. Components cannot be seen separately. അതായത് യൂണിഫോം കോമ്പോസിഷനിൽ വരുന്ന ഒരു മിക്സ്ചറിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഹോമോജീനിയസ് മിക്സ്ചർ എന്ന് വിളിക്കുന്നത്. പിന്നെ അതിന്റെ ഒരു പ്രത്യേകത cannot be seen separately. കമ്പോണൻസിനെ നമുക്ക് സെപ്പറേറ്റ് കാണാൻ പറ്റില്ല. അതായത് ഇപ്പൊ ഒരു ഷുഗർ സൊല്യൂഷൻ അല്ലെങ്കിൽ സോൾട്ട് സൊല്യൂഷൻ ഉണ്ടാക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അതിലെ കമ്പോണൻസിനെ നമുക്ക് സെപ്പറേറ്റ് കാണാൻ പറ്റുമോ? ഇപ്പൊ സോൾട്ട് സൊല്യൂഷൻ ഉണ്ടാക്കിയതിനു ശേഷം സോൾട്ടിനെ നമുക്ക് സെപ്പറേറ്റ് കാണാൻ പറ്റൂലല്ലോ. അതിൽ സൊല്യൂബിൾ ആയി കഴിഞ്ഞു ഓൾറെഡി അല്ലെ. അപ്പോ കമ്പോണൻസിനെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കാണാനായിട്ട് സാധിക്കില്ല. ഓക്കെ, ഇനി ഇതിന്റെ കീ ഫീച്ചേഴ്സ് എന്താണെന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ എന്താ? സെയിം കോമ്പോസിഷൻ എവരിവോ. എല്ലായിടത്തും എന്ത് തന്നെയാണ്? ഒരേ കോമ്പോസിഷൻ ആണ്. എല്ലായിടത്തും ഒരുപോലെ എന്തായിട്ടുണ്ട്? ഡിസ്ട്രിബ്യൂട്ട് ആയിട്ടുണ്ട്.
നെക്സ്റ്റ് വൺ, നോ വിസിബിൾ ബൗണ്ടറീസ്. ബൗണ്ടറി ഒന്നും ഉണ്ടാവില്ല പ്രത്യേകിച്ച്. അതായത് ഇപ്പൊ നമ്മൾ ഓയിൽ ആൻഡ് വാട്ടർ ഒക്കെ എടുക്കുമ്പോൾ നമുക്കറിയാം എപ്പോഴും വാട്ടറിന്റെ മുകളിലായിരിക്കും എന്തുണ്ടായിരിക്കുക, ഓയിൽ ഉണ്ടായിരിക്കുക. കൃത്യമായി അതിന് എന്തുണ്ടായിരിക്കും, ബൗണ്ടറി ഉണ്ടായിരിക്കും. പക്ഷെ ഒരു ഷുഗർ സൊല്യൂഷനോ സോൾട്ട് സൊല്യൂഷനോ ടീയോ എടുത്താൽ നമുക്ക് കൃത്യമായിട്ട് ഒരു വിസിബിൾ ബൗണ്ടറി ഒക്കെ കാണാനായിട്ട് സാധിക്കുമോ? ഇല്ല അല്ലെ. അപ്പൊ ഹോമോജീനിയസ് മിക്സ്ചേഴ്സിന് എന്തില്ല, വിസിബിൾ ബൗണ്ടറീസ് ഇല്ല. മാത്രമല്ല സിംഗിൾ ഫേസും ആയിരിക്കും. ഓക്കെ, ഇതൊക്കെയാണ് ഫീച്ചേഴ്സ് ഓഫ് ഹോമോജീനിയസ് മിക്സ്ചർ. എക്സാമ്പിൾസ് ഓൾറെഡി നമ്മൾ പറഞ്ഞു. ഏതൊക്കെയാണ്? ഷുഗർ സൊല്യൂഷൻ, സോൾട്ട് സൊല്യൂഷൻ, എയർ, ടീ. ഇതൊക്കെ എന്തിന് എക്സാമ്പിൾസ് ആണ്? ഹോമോജീനിയസ് മിക്സ്ചേഴ്സിന് എക്സാമ്പിൾസ് ആണ്. ക്ലിയർ? ഹോമോജീനിയസ് മിക്സ്ചർ എന്ന കൺസെപ്റ്റ് ക്ലിയർ ആയോ? ഓക്കെ, എന്നാ നമുക്ക് നെക്സ്റ്റ് മിക്സ്ചറിലേക്ക് പോവാലോ. ഹെട്രോജീനിയസ് മിക്സ്ചർ. എന്താണ്? ഹെട്രോജീനിയസ് മിക്സ്ചർ. ഓക്കെ, ഹോമോജീനിയസ് മിക്സ്ചർ എന്താണോ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഹെട്രോജീനിയസ് മിക്സ്ചർ. ഓക്കെ, ഒരു എക്സാമ്പിൾ പറയാം. ഞാൻ എടുത്തിരിക്കുന്നത് മിക്സറാണ്. നേരത്തെ എടുത്തല്ലോ കഴിക്കേണ്ട മിക്സർ. അതേപോലുള്ള ഒരു മിക്സറാണ് ഞാൻ എടുത്തിരിക്കുന്നതെന്ന് വിചാരിക്കാം. അപ്പോ എന്താണ്, ഞാൻ അതിന്ന് കോരി കഴിക്കുമ്പോൾ, ഫസ്റ്റ് ടീസ്പൂൺ കോരി കഴിക്കുമ്പോൾ എങ്ങനെയായിരിക്കും? ചിലപ്പോ കപ്പലണ്ടി ആയിരിക്കും എനിക്ക് കൂടുതൽ കിട്ടുക, അല്ലെങ്കിൽ ആ സ്റ്റിക്ക് പോലുള്ള സാധനം ആയിരിക്കും കൂടുതൽ കിട്ടുക. ഇതേ മിക്സറിന്റെ ബൗളിൽ നിന്ന് ഞാൻ സെക്കൻഡ് ടീസ്പൂൺ കോരി കഴിക്കുമ്പോ, മറ്റേതെങ്കിലും ഭാഗത്ത് നിന്ന് കോരി കഴിക്കുമ്പോ എനിക്ക് ചിലപ്പോ കപ്പലണ്ടി കിട്ടത്തേ ഇല്ല അല്ലെ. അതായത് എന്താണ്, അതിലെ പാർട്ടിക്കിൾസ് ആർ നോട്ട് ഈവൻലി ഡിസ്ട്രിബ്യൂട്ടഡ്, നോട്ട് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ്. അതിനെയാണ് നമ്മൾ ഹെട്രോജീനിയസ് മിക്സ്ചർ എന്ന് പറയാ. അപ്പൊ അതേപോലെ തന്നെ ഒരു ഫ്രൂട്ട് സലാഡ്, നമ്മൾ ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കാറില്ലേ വീട്ടിലൊക്കെ അല്ലെ. ഒരുപാട് ഫ്രൂട്ട്സ് നമ്മൾ അതിൽ എന്ത് ചെയ്യും, കട്ട് ചെയ്ത് ആഡ് ചെയ്ത് മിക്സ് ചെയ്യും അല്ലെ. ആപ്പിള്, പൈനാപ്പിള്, മാംഗോ, സ്ട്രോബെറി, ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ഒക്കെ മിക്സ് ചെയ്തു. ഇതേപോലെ തന്നെ നമ്മൾ ആദ്യത്തെ ഒരു ടീസ്പൂൺ കോരി കഴിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ 2 ആപ്പിളിന്റെ പീസും 1 ഗ്രേപ്പിന്റെ പീസും ആയിരിക്കും കിട്ടുക. ഓക്കെ, പിന്നീട് നമ്മൾ അതിന്റെ സൈഡിൽ നിന്നോ ബോട്ടത്തിൽ നിന്നോ ഒക്കെ ഒരു ടീസ്പൂൺ എടുത്താലോ ഇതേ ആപ്പിളും ഗ്രേപ്പും ആയിരിക്കുമോ നമുക്ക് കിട്ടുക? ചിലപ്പോ ഗ്രേപ്പ് കിട്ടത്തേ ഇല്ല. ചിലപ്പോ കിട്ടുന്നത് എന്തായിരിക്കും, മാംഗോന്റെ പീസ് ആയിരിക്കും. കാരണം എന്താ, ഇതിലെ പാർട്ടിക്കിൾസ് ഈവൻലി ഡിസ്ട്രിബ്യൂട്ടഡ് അല്ല, യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് അല്ല. ഇത്തരം മിക്സ്ചേഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഹെട്രോജീനിയസ് മിക്സ്ചർ എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആയോ? അപ്പൊ നമുക്ക് ഹെട്രോജീനിയസ് മിക്സ്ചറിനെ ഡിഫൈൻ ചെയ്യാം. എ മിക്സ്ചർ വിത്ത് നോൺ യൂണിഫോം കോമ്പോസിഷൻ. നോൺ യൂണിഫോം ആയിരിക്കും, അതായത് അതിലെ പാർട്ടിക്കിൾസ് എല്ലായിടത്തും ഒരുപോലെ ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കില്ല. നെക്സ്റ്റ്, കമ്പോണൻസ് ക്യാൻ ബി വിസിബിൾ. നമുക്ക് അതിലെ കമ്പോണൻസിനെ എന്ത് ചെയ്യാൻ പറ്റൂല, കാണാൻ പറ്റും. ഇപ്പൊ ഫ്രൂട്ട് സലാഡിലെ എല്ലാ കമ്പോണൻസിനും നമുക്ക് കണ്ടൂടെ, ആപ്പിളിനെയും പൈനാപ്പിളിനെയും ഗ്രേപ്സിനെയും ഒക്കെ കാണാം അല്ലെ. മിക്സറിലായാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് കമ്പോണൻസ് ക്യാൻ ബി എന്താണ്, വിസിബിൾ ആണ്. ഓക്കെ, ഇനി അതിന്റെ ഫീച്ചേഴ്സ് നോക്കാം. എന്താണ്, ഡിഫറെന്റ് പാർട്സ് വിസിബിൾ അല്ലെ. പല പാർട്സും നമുക്ക് എന്താണ്, പല പാർട്ടിക്കിൾസും നമുക്ക് വിസിബിൾ ആണ്. മൾട്ടിപ്പിൾ ഫേസ് ഉണ്ട്. കോമ്പോസിഷൻ വാരീസ്. കോമ്പോസിഷൻ വ്യത്യസ്തമായിരിക്കും, ഒരേ കോമ്പോസിഷൻ ആയിരിക്കില്ല. പല സ്ഥലത്തും അതിന്റെ അളവിൽ എന്തുണ്ടായിരിക്കും, വ്യത്യാസം ഉണ്ടായിരിക്കും. അതിന് എക്സാമ്പിൾ ആണ് ഏതൊക്കെ, ഓയിൽ ആൻഡ് വാട്ടർ. നോക്കൂ, ഇവിടെ പിക്ചർ കാണിച്ചിട്ടുണ്ട്, ഓയിലിന്റെയും വാട്ടറിന്റെയും പിക്ചർ കാണിച്ചിട്ടുണ്ട്. നോക്കൂ, ഇതിൽ കോമ്പോസിഷൻ ഒരേപോലെയാണോ എല്ലാ സ്ഥലത്തും? ഇപ്പൊ നോക്കിയാൽ തന്നെ നമുക്ക് കാണാനായിട്ട് പറ്റും, ഓയിലാണ് അല്ലെ മുകളിൽ കാണുന്നത്. ഇവിടെ കാണുന്നത് എന്താണ്, ഓയിലാണ്. പിന്നെയാണ് എന്ത് കാണുന്നത്, വാട്ടർ കാണുന്നത്. ഓയിലും വാട്ടറും സാൻഡും ഉണ്ട് ഇതില്. ഓക്കെ, ഇതിലെ ഈ ഗ്ലാസ്സിലെ എല്ലാ സ്ഥലത്തും ഇതിന്റെ കോമ്പോസിഷൻ ഒരുപോലെയാണോ, യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണോ? അല്ല അല്ലെ. ഏറ്റവും മുകൾ ഭാഗത്ത് ഓയിലിന്റെ പാർട്ടിക്കിൾസ് ആണ് കൂടുതലായിട്ടുള്ളത്. പിന്നെ നെക്സ്റ്റോ വാട്ടറിന്റെ പാർട്ടിക്കിൾസ് ആണ് കൂടുതലായിട്ടുള്ളത്. ഏറ്റവും ലാസ്റ്റിലാണ് എന്തിന്റെ പാർട്ടിക്കിൾസ് ഉള്ളത്, സാൻഡിന്റെ പാർട്ടിക്കിൾസ് ഉള്ളത്. അപ്പോ ഇത് മിക്സ്ചർ ആണെന്ന് വെച്ചാൽ മിക്സ്ചർ ആണ്, പക്ഷെ എന്തല്ല, ഹോമോജീനിയസ് മിക്സ്ചർ അല്ല, ഇതൊരു ഹെട്രോജീനിയസ് മിക്സ്ചർ ആണ്. ഓക്കെ, അപ്പോ സാൻഡ് പ്ലസ് വാട്ടർ പ്ലസ് ഓയില്
ഒരു ഹെട്രോജീനിയസ് മിക്സ്ചർ ആണ്. ക്ലിയർ? മനസ്സിലായോ? അപ്പൊ ഇത്രയേ ഉള്ളൂ. നമ്മള് ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് ഇത്രയേ ഉള്ളൂ. മിക്സ്ചറും ടൈപ്പ് ഓഫ് മിക്സ്ചേഴ്സും. വളരെ ഷോർട്ട് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്, അതുപോലെ തന്നെ ഒരു കുഞ്ഞു ടോപ്പിക്കുമാണ്. ഓക്കെ, അപ്പൊ എല്ലാവരും നന്നായിട്ട് എന്ത് ചെയ്യുക, പഠിക്കുക. ഇതോടൊപ്പം വീഡിയോന്റെ ഒപ്പം തന്നെ എന്ത് ചെയ്യുക, പഠിച്ചു പോവുക. അത്ര സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്ക് ഈ ടോപ്പിക്കിനെ കുറിച്ച് ഉണ്ടെങ്കിൽ ചോദിക്കുക, നമ്മള് അത് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. See you soon. Bye bye.